നമസ്തേ ആപ് സഭിക്കോ ഹമാരെ ചാനൽ പർ ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നും നമ്മൾ ആദ്യകാലത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. പാർട്ട് 3 ആണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൃഥ്വിരാജ് രാസോ के 3000 ചന്തോं का अंग्रेजी अनुवाद किसने किया? ആരാണ് ചെയ്തത്? ഉത്തരം കേണൽ ജെയിംസ് ടാഡാണ് ചെയ്തിട്ടുള്ളത്. കേണൽ ജെയിംസ് ടാഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജഗനിക് കിസ് രാജാ കെ ആശ്രിത് थे? ജഗനിക ആരാണ്? പരമാൽ രാസോ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആൽഹാഗണ്ട് എഴുതിയിട്ടുള്ളത് ആരാണ്? ജഗനികാണ്. അപ്പോൾ ജഗനിക് ആരുടെ ദർബാരി കവിയാണ്? ഉത്തരം പരമാർദി ദേവ്. രാജ പരമാർദി ദേവിൻ്റെ ആശ്രിതനാണ് ജഗനിക്. नेक्स्ट क्वेश्चन, आल्हा का गायन किस ऋतु में किया जाता है? आल्हा का गायन किस ऋतु में किया जाता है? उत्तर वर्षा ऋतु में किया जाता है. आल्हा का गायन वर्षा ऋतु में किया जाता है. नेक्स्ट, रासो ग्रंथों की भाषा क्या है? रासो ग्रंथों की भाषा क्या है? उत्तरम ഡിങ്കൽ ഏവം പിങ്കൽ. ഡിങ്കൽ പിങ്കൽ ഭാഷകളാണ് രാസോ ഗ്രന്ഥത്തിൻ്റെ ഭാഷ. നെക്സ്റ്റ്, जैन साहित्य की सर्वाधिक लोकप्रिय काव्य शैली कौन सी है? कौन सी है? उत्तരം രാസകാവ്യം. രാസകാവ്യമാണ് ജൈന സാഹിത്യത്തിലെ സർവാധികം ലോകപ്രിയമായ കാവ്യശൈലി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, पृथ्वीराज रासो को शुक शुकी संवाद रूप में रचित मानने वाले आलोचक कौन है? പൃഥ്വിരാജ് രാസോയെ ശുഗുശുഗി സംവാദ രൂപത്തിലാണ് രചിച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഹസാരിപ്രസാദ് ദ്വിവേദി. ഹസാരിപ്രസാദ് ദ്വിവേദിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഗാസാദ താസീനെ രാസോ ശബ്ദ की उत्पत्ति किस शब्द से माना है? ഉത്തരം രാജസോയ്. രാജസോയ് ശബ്ദത്തിൽ നിന്നാണ് രാസോ ശബ്ദം ഉണ്ടായത് എന്നാണ് ഗാസാദ താസി പറഞ്ഞത്. അപ്പോൾ ഗാസാദ താസിയെ പറയുമ്പോൾ നമ്മൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസം എഴുതുന്നതിൽ പ്രധാനമായി പങ്കുവഹിച്ച ആളാണ് ഗാസാദ താസി അല്ലേ. ഗാസാദ താസിയാണ് സർവപ്രഥം ഹിന്ദി സാഹിത്യ ഇതിഹാസ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഏതാണ് പേരെന്താണ്? ഇസ്തവാർ ദല ലിറ്റേരാത്തൂർ ഏന്തുയ് എ ഹിന്ദുസ്ഥാനി എന്നാണ് എഴുതിയിട്ടുള്ള ബുക്കിൻ്റെ പേര്. പിന്നെ ഫ്രഞ്ച് വിദ്വാനാണ്, അതുകൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി का प्रथम गद्य लेखक മിശ്രബന്ധുവിനെ കിസ്സെ മാനാ ഹെ? മിശ്രബന്ധുവിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ഹിന്ദിയിലെ പ്രഥം ഗദ്യലേഖക്? ആരാണ്? ഗോരഖ്നാഥ്. ഉത്തരം ഗോരഖ്നാഥാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഥപന്ത് കെ പ്രവർത്തൻ കിസ്നെ കിയ? നാഥപന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാഥപന്ത് കെ പ്രവർത്തൻ കിസ്നെ കിയ? ആരൊക്കെയാണ് ചെയ്തത്? ഉത്തരം ഗോരഖ്നാഥ്, മത്സ്യേന്ദ്രനാഥ്, ശങ്കർ. ഇവർ 3 പേരാണ് നാഥപന്തിൻ്റെ പ്രവർത്തകർ. അപ്പോൾ ഇവരുടെ 3 പേരുകളും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരാളുടെ പേര് മാത്രമേ ഓപ്ഷൻസിലുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചെയ്യും. അപ്പോൾ 3 പേരുടെ പേരും പഠിച്ചു വെക്കുക കേട്ടോ. നാഥപന്ത് കെ പ്രവർത്തൻ, ഗോരഖ്നാഥ്, മത്സ്യേന്ദ്രനാഥ്, ശങ്കർ. നെക്സ്റ്റ്, गुरु महिमा, इंद्रिय निग्रह, वैरागी, कुंडलिनी, जागरण आदि का महत्व किस साहित्य में मिलता है? उत्तरम नाथ साहित्य में मिलता है. नेक्स्ट, सिद्धों की संख्या राहुल सांकृत्यायन ने कितने मानी है? उत्तरम 84. 84 ആണ് സിദ്ധോं की संख्या കേട്ടോ. 54. നെക്സ്റ്റ്, നാഥോं की संख्या कितनी है? നാഥോं की संख्या എത്രയാണ്? 9 है. നാഥോं की संख्या 9 है. നാഥ് 9 എന്ന് ഓർത്ത് വെക്കുക. സിദ്ധ് 84 എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നാഥോं की संख्या, സിദ്ധോं की संख्या നമ്മൾ പഠിക്കണം. എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കണം കേട്ടോ. എല്ലാ മോഡ്യൂൾസും നമ്മൾ കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് JLT ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കേട്ടിട്ടായാലും ഏതായാലും, ഏത് മത്സര പരീക്ഷയായാലും കേട്ടിട്ടായാലും JLT ആയാലും HS ആയാലും HSST ആയാലും ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മോഡ്യൂൾസും നമ്മൾ കവർ ചെയ്യണം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്.